ഹലോ. ഹലോ. കുട്ടിയുടെ തിരക്കൊക്കെ കഴിഞ്ഞായിരുന്നോ? തിരക്കൊക്കെ കഴിഞ്ഞു. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നത്. എന്താ? ഈ ശരിക്കും എന്നെ തന്നെയാണോ സ്നേഹിച്ചത്? അല്ലാണ്ട് പിന്നെ ഞാൻ ആരെ സ്നേഹിച്ചേ? അല്ല, എന്നോട് ചോദിച്ചതാ. നീ എന്നിട്ടാണോ ഈ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്ത് സംസാരിച്ചേ? ഈ എന്നെ എന്തൊക്കെയാ വിളിച്ചത് ഫോണിൽ വിളിച്ചിട്ട്? അതെനിക്ക് ദേഷ്യം വന്നിട്ടാ. വന്നിട്ട് ഇങ്ങനെ പറയാല്ലേ? ഉം? എന്ത് പറഞ്ഞാലും അവസാനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങ് ഒഴിവാവാ, നൈസായിട്ട് അങ്ങ് തെന്നി മാറാമല്ലോ. ഞാനപ്പോൾ ആലോചിച്ചു. ഞാൻ അതുകൊണ്ടാണ് ഫോൺ എടുത്ത ഉടനെ നിന്നോട് ഞാൻ ചോദിച്ചത്, നീ എന്തിനെയാണ് ഇത്ര ആത്മാർത്ഥമായിട്ട് ആരെയാണ് സ്നേഹിച്ചതെന്ന് ഞാൻ ചോദിച്ചതാ. അതെ, ഓയ്, നമ്മ കൂടുതൽ സ്നേഹിക്കണവർത്താണ് നമുക്ക് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ഇങ്ങനെ വായി തോന്നുന്നു വിളിച്ച് പറയാൻ പറ്റത്തുള്ളൂ, അങ്ങനെയാ പറയണ്ടേ? എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്കെല്ലാം തിരിയും. അത് മതി. നീ തരുന്നതും നീ കാണിക്കുന്നതും എല്ലാം എനിക്ക് തിരിയും നന്നായിട്ട്. സ്നേഹമുള്ളിടത്ത് പിണക്ക് ഇണക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞത്, എനിക്കെല്ലാം തിരിയും. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് എന്താ പറയാ, ഞെട്ടിപ്പോയി. നിന്റെ ആ ഒരു സംസാരം എങ്ങനെ എങ്ങോട്ടാ പോണേന്ന് ഞാനിങ്ങനെ കേട്ടിരുന്നത്. എനിക്ക് അതിന്റെ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ? എനിക്ക് ദേഷ്യം വന്നാൽ ഇന്നെ തന്നെ എനിക്ക് പിടിച്ചിട്ട് കിട്ടൂല. ഞാൻ അപ്പോൾ ആലോചിച്ചു, ഇവള് ഇങ്ങനെയൊക്കെ സംസാരിക്കുക പഠിച്ചോനെ. പിന്നെ കണ്ട് എൻ്റെ അടുത്ത് ജീവിതത്തിൽ ഇന്ന് വരെ മറിച്ചൊന്നും പറയാത്തൊരു പെണ്ണ് പെട്ടെന്ന് എന്നോട് ഇത്ര ഇങ്ങോട്ട് പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെന്ന് പറഞ്ഞാൽ ഇനി ഇവൾക്ക് അത്രത്തോളം എന്തെങ്കിലും സങ്കടമാവുന്ന കാര്യമല്ല ഉണ്ടായിട്ടുണ്ടോയെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടാണ് എനിക്ക് ആ ഒരു പേടി ഉണ്ടായത് ഉള്ളിൽ. ഒന്നാമത്തെ കാര്യം എനിക്ക് വീട്ടിലത്തെ പ്രശ്നം, പിന്നെ നിങ്ങളെ സംസാരം കേട്ടപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ച് കയ്യിൽ നിന്ന് അങ്ങോട്ടങ്ങ് പോയി. പിന്നെ എനിക്ക് ദേഷ്യപ്പെടാനൊക്കെ നിങ്ങളല്ലേ ഉള്ളൂ. കുറച്ച് അധികമായി പോയി എന്ന് എനിക്കൊരു ഇതുണ്ട്. എന്താ? സോറി. എങ്കിലും ഞാനായത് കൊണ്ട് അവിടെ ഒന്നും മിണ്ടാതെല്ലാം കേട്ടിരുന്നത്. കാരണം അങ്ങനെയെങ്കിലും നിന്റെ മനസ്സിലെ ആ വിഷമവും ആ ഒരു ഇതെല്ലാം അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഞാനപ്പോൾ മനസ്സുകൊണ്ട് എന്താ വിചാരിച്ചെന്നറിയാം? ഞാൻ ഇത്രയും നിന്നെ സ്നേഹിച്ചിട്ടും നീ എന്ത് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചൊരു സങ്കടമൊക്കെ വന്നെങ്കിലും പിന്നെ ഞാൻ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചപ്പോൾ നിന്റെ വിഷമം മാറാനല്ലേ, അപ്പോൾ സാരമില്ല എന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്നോട് സംസാരിക്കട്ടെ അല്ലേ? വിചാരിച്ച കുറെയൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീട് അത് മാറി. ഞാൻ പിന്നെ അവിടെ കുറെ കഴിഞ്ഞിട്ടേ ഞാൻ വിചാരിച്ച് പറയണോ? അത് മറന്നുപോയി. വല്ലാത്ത മറവിയും വല്ലാത്ത ഓർമ്മശക്തിയുമാണ്. പിന്നെ രണ്ടും കൂടുതലാണ്. പഴയ കാര്യങ്ങളൊന്നും മറക്കാറുമില്ല, പുതിയ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാറുമില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്കിലും കുറച്ചൊന്നും ഇതായിപ്പോയി. അതിൻ്റെ സംസാരം എനിക്ക് മനസ്സിലിങ്ങനെ ഇരിക്കുവാടോ ഈ പറഞ്ഞതെല്ലാം. ഇട്ട് കളയത്തൊന്നുമില്ല മോളെ. മനസ്സ് വെച്ചിട്ടേ ലാസ്റ്റ് ഒരു ദിവസം പുറത്തെടുക്കും. പുറത്തെടുക്കാത്ത എനിക്കൊരവസരം തരുമല്ലോ. അപ്പൊ എന്റെ പൊന്നാര മോക്ക് ഇതിനൊക്കെ ഉള്ളതും തരൂട്ടോ. അപ്പൊ ഞാനേ ഫോണ് വെച്ചിട്ടേ മിണ്ടാണ്ട് പോയിരിക്കെടുക്കും. ഞാൻ അങ്ങനെ ആയിരിക്കില്ല, മിക്കവാറും ബാഗ് എടുക്കും. പഴയ സ്വഭാവല്ലേ, എന്ത് വഴക്ക് പറഞ്ഞാലും ഒപ്പം ബാഗ് എടുക്കും. ഞാൻ പോവാ കേട്ടോ, ഇനി ഞാൻ നിക്കണില്ല, എനിക്ക് വയ്യ. പോവാ നിങ്ങളെ സഹായം വേണ്ട എനിക്ക്. തിരിച്ചു വരണമെങ്കിൽ ഞാൻ എൻ്റെ സഹായം വേണ്ട. അതും കൂടി ആലോചിച്ചിട്ട് വേണം ഇനി ബാഗ് എടുക്കട്ടോ. എന്തായാലും ഞാൻ നാട്ടിലെത്തട്ടെ, എല്ലാം ശരിയാക്കി തരുന്നുണ്ട്. തീർച്ചയായിട്ടും കത്തയക്കാം. വരുന്നത് അറിയിക്കാൻ. അതാണ് നല്ലത്. വേണ്ട, ഞാൻ വിളിക്കാൻ വരാം. അയ്യോ, ആയിക്കോട്ടെ.